ഓരോ ഹദീസിൽ തന്നെ നമുക്ക് ചോദ്യം ഒന്നും കൂടി കൃത്യമായിട്ടൊന്ന് ചോദിക്കും ബ്രദറെ. ആ ചോദ്യം കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി ഒന്ന് ചോദിച്ച ശബ്ദത്തില്. എനിക്ക് അത് കിട്ടിയില്ല. അതെ, അത്രേ ഉള്ളൂ. ഏത് ഭാര്യയെങ്കിലും ഏതെങ്കിലും ഒരു ഭാര്യ മുഹമ്മദിനെ സ്നേഹിച്ചിരുന്നു, മുഹമ്മദിന് വേണ്ടി കരുതിയിരുന്നു എന്ന് ഹദീസ് എന്നോ ഖുർആൻ എന്നോ ഒരു തെളിവെങ്കിലും പറയാൻ പറ്റും? ഒരുപാട് വന്നിട്ടുണ്ട്. കൊണ്ടുവന്ന് പറഞ്ഞോ, തെളിവ് കാണിച്ചോളൂ. പിന്നെ ഭാര്യ സ്നേഹിച്ചു ഒരു അഞ്ചെണ്ണം പറഞ്ഞോളൂ. മുഹമ്മദിന്റെ നന്മ എത്ര ചോദിക്കുന്ന പോലെ ആയിപ്പോയല്ലോ. ഒരുപാടുണ്ട്, ഒരുപാടുണ്ടല്ലോ. അപ്പൊ ഒരെണ്ണം മതി നമുക്ക്. വിഷം കൂടെ കൗണ്ട് ചെയ്യണോ? അല്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ അറബി പുസ്തകങ്ങളൊക്കെ ഭയങ്കര ഭാരമാണ്. അത് എടുക്കാൻ സമയം കൊടുക്ക്, അത് എടുക്കണ്ടേ, തെളിവെടുക്കട്ടെ. ആ ഭാരമുള്ള പുസ്തകങ്ങളൊക്കെ തപ്പിയെടുക്കണ്ടേ. ജാവദ ടീച്ചർ ഉദ്ദേശിച്ചത് മറ്റേ ജെമിനിയിൽ പോയി തപ്പിയെടുക്കുന്ന ഭാരമാണോ ഉദ്ദേശിച്ചത്? അറബി പുസ്തകം. ഒന്നാമത്തെ കാര്യം, മലയാളം നന്നായിട്ട് എഴുതണമല്ലോ. അപ്പൊ ജെമിനിക്കും പെട്ടെന്ന് കൃത്യമാകത്തില്ല. ചിലപ്പോ ഒരിക്കൽ ചോദിക്കുന്ന 2-3 വട്ടം ചോദിക്കേണ്ടി വരും. അടങ്ങ്, തരും. ഒരു തെളിവല്ലേ വേണ്ടത്, അതൊക്കെ തരും. നമ്മൾ സമയം കൊടുക്കുക. അതെ, കാരണം ഒരു ദിവസം ആയിഷയ്ക്ക് തലവേദന വന്നപ്പോഴത്തേക്കിന് തല വെട്ടി പൊളിയുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് നബി പറഞ്ഞു, നീ ചത്തു കഴിഞ്ഞാലേ നിന്റെ മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ആയിഷ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മരിച്ചിട്ട് വേണം വൈകിട്ടാകുമ്പോഴത്തേക്കിന് അടുത്ത പെണ്ണുമായിട്ട് അറ കൂടാനല്ലേ എന്ന്. ഭയങ്കര സ്നേഹമായിരുന്നേ. സത്യം പറഞ്ഞ ആയിഷ മുഹമ്മദിനെ ശരിക്കും ട്രോളിയിട്ടുണ്ടല്ലേ. ട്രോളിയെന്ന് മാത്രമല്ല, ശരിക്ക് പ്രതിക്രിയകളും ചെയ്തു. അതായത് ഒരു യുദ്ധം കഴിഞ്ഞിട്ട്, ബനു മുസ്തലഖ് യുദ്ധം, അത് കഴിഞ്ഞിട്ട് മടങ്ങി വരുന്ന സമയത്ത് ഒരു കിളിന്തിനെ കിട്ടിയപ്പോഴത്തേക്കിന് ആള് പോയി. ഉടനെ ആൾക്കൊരു പണി കൊടുക്കാനാണ് സഫ്വാനുമായിട്ട് ചുറ്റി തിരിഞ്ഞിട്ട് പിറ്റേ ദിവസം. അതെ, നല്ല പണി കൊടുത്തിട്ടുണ്ട് എല്ലാ സമയത്തും. മുസ്ലിമെ ചോദിച്ച് വെട്ടിലായി. മുസ്ലിമിനെല്ലാം ആരൊക്കെയോ പറഞ്ഞു കേട്ടതുമായിട്ടുള്ള അറിവല്ലാതെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ട് യാതൊരു നിശ്ചയവുമില്ല. എന്തൊക്കെയോ വന്ന് പഠിച്ചത് പറയുക. സമ്പത്ത് മുഴുവൻ നബിക്ക് നൽകി. അതൊക്കെ സ്നേഹത്തിന്റെ ഒരു ഇതല്ലേ, മനസ്സിലാക്കണം. മുസ്ലിം റെഫറൻസ് വെക്കണം. ഏത് ഗ്രന്ഥത്തിൽ പറഞ്ഞു, റെഫറൻസ് വെച്ചിട്ട് സംസാരിക്കണം. തട്ടിയെടുത്തു ഞാൻ കാണിച്ചു തരാം. കുറെ വിമർശനത്തിന് വേണ്ടിയിട്ട് വിമർശകരുടെ തപ്പി പൊടിച്ചു വന്നിട്ടുണ്ടാവും. ഞാൻ ജീവിതത്തിൽ പഠിച്ചു വന്ന കാര്യങ്ങൾ മുസ്ലിമെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ മുസ്ലിമെ. ഹഫ്സയുടെ കട്ടിലും വിരിപ്പും പറഞ്ഞു തരും മുസ്ലിമെ. ഹഫ്സയുടെ ബെഡ്ഷീറ്റ് പറഞ്ഞു തരും. ഹഫ്സയോടുള്ള പ്രവാചകന്റെ സ്നേഹം നിങ്ങൾ വളവള പറയുന്നത് നമുക്ക് കേൾക്കണ്ട. പ്രവാചകനോട് അത്രയധികം സ്നേഹം പ്രവാചകന്റെ ഭാര്യമാർക്കോ, പ്രവാചകന്റെ ഭാര്യമാർക്ക് അത്രയധികം സ്നേഹം പ്രവാചകനോടോ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു തെളിവ് റെഫറൻസ് അടക്കം വെക്കാനാ പറഞ്ഞത്. മുസ്ലിമെ വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും വിളിച്ച് ചോദിച്ചിട്ട് ഒരു റെഫറൻസ് കേൾക്കും. ഒറ്റ റെഫറൻസ് ഫോൺ ഫ്രണ്ട് എടുത്തോ. ഇനി മറ്റെന്തോ അയാളുടെ മണിക്കുട്ടി കറങ്ങട്ടെ അല്ലേ, സക്കീർ നായിക്കിനെ വിളിച്ച് ചോദിക്കും. ഒരു റെഫറൻസ് തരാൻ പറ. ഒറ്റ റെഫറൻസ് വെച്ചിട്ട് ഇന്ന് ഇവിടുന്ന് മുസ്ലിം പോവുള്ളൂ. അല്ലെങ്കിൽ മുസ്ലിം ഇവിടെ ഇരുന്ന് പറഞ്ഞത് മുഴുവൻ നുണയാണ്. അപ്പൊ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലേക്ക് വണ്ടി എടുക്കട്ടെ. ചോദിക്കില്ലേ സാറേ 50-50 ഉണ്ടോ ചോദിക്കില്ലേ? ജെമിനി പറയാണ് പോയി പണി നോക്കടാ, ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കലടാന്ന് പറഞ്ഞിട്ട് ഓടിച്ചിട്ട് മുസ്ലിം ഇരുന്ന് കരയുവാന്ന് തോന്നുന്നു. ജാമിദ ടീച്ചറെ, ഇത്ര സ്നേഹമുള്ള ഈ ഭാര്യമാരായിരുന്നെങ്കിൽ ഇയാൾക്ക് ചാകാൻ കിടക്കുമ്പോ മരുന്ന് കൊണ്ടു തരുമ്പോ അതുപോലും അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചു കുടിക്കാനുള്ള വിശ്വാസം ഇയാൾക്കില്ലായിരുന്നു. ഇയാള് പറഞ്ഞു നിങ്ങൾ ആദ്യം മരുന്ന് കുടിക്കുക എന്നിട്ട് ഞാൻ കുടിക്കാന്നായിരുന്നു ഇയാള് പറഞ്ഞോണ്ടിരുന്നത്. സ്നേഹത്തിന്റെ പ്രതീകമായിരുന്നെങ്കിൽ അത്ര സ്നേഹമുള്ളവളായിരുന്നെങ്കിൽ ഒരു അവസാനം എഴുതാനൊരു പേപ്പറും പേന ചോദിച്ചപ്പോ കൊടുക്കില്ലായിരുന്നോ ടീച്ചർ എടുത്തോ? പ്ലീസ് കരയിക്കരുത്. മുസ്ലിം ഒന്ന് കരയട്ടെ, സമയം കൊടുക്ക്. നമ്മള് എൻ്റെ നബിയാണല്ലോ ഇങ്ങനെ പറയുന്നത്. ഞാനും മുമ്പ് ഇസ്ലാമിക വിശ്വാസത്തിനകത്തൊക്കെ ആയിരുന്നപ്പോൾ ഓരോരുത്തർ പറയുമ്പോഴേക്ക് അവരെ കിട്ടിയ പപ്പടം പൊട്ടിക്കുന്നത് പോലെ പൊട്ടിക്കാനൊക്കെയുള്ള കലിയുണ്ടായിരുന്നു. മുസ്ലിമിനിപ്പോ അല്ലെങ്കിൽ ആരുടെയും ചോദിക്കുമായിരിക്കും തെളിവ്. ഇസ്ലാമില് വിശ്വസിച്ചുകൊണ്ട്
വിശ്വസിച്ചു എന്ന് കരുതിക്കൊണ്ട് വിശ്വാസം രക്ഷപ്പെടാൻ വിടത്തില്ല മുസ്ലിമേ. പ്രവാചകന്റെ സ്നേഹം, പ്രവാചകന്റെ ഭാര്യമാരുടെ സ്നേഹം, ഒരു തെളിവ് പ്ലീസ്. ഇറാഖുവിൽ തപസ്സിരിക്കുമ്പോ മല കയറിക്കൊണ്ട് ഭക്ഷണം കൊണ്ടുകൊടുത്ത് എന്തിനാ അതിന്റെ ആവശ്യം? ആര് ആര് എടാ ഖദീജയുടെ സ്നേഹമായിരുന്നെങ്കിൽ ഹീറ ഗുഹയിൽ പോയിട്ട് ഇരിക്കുവോ? നല്ല ചെറുപ്പക്കാരൻ പയ്യൻ കിളവിയായപ്പോ പുള്ളിക്കാരിക്ക് തൃപ്തനല്ലാതെ ഉണ്ട്. പുള്ളിക്കാരൻ മലയിൽ പോയിരുന്നോ? കൊച്ചുമോനോട് പുള്ളി എന്താ ഇപ്പൊ പറഞ്ഞേ? ഖദീജ മല കയറി പോയെന്ന് 50 വയസ്സുള്ള കിളവി തന്നെയല്ലേ. അന്ന് ഇദ്ദേഹം നബിയും അല്ല, അന്ന് ഇദ്ദേഹം നബി ആയിട്ടും ഇല്ല. അപ്പൊ തെളിവ് ചോദിക്കുമ്പോഴത്തേക്കിന് ഒരാൾക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കൽ സർവ്വസാധാരണമല്ലേ? അതൊക്കെ കൊടുക്കുമല്ലോ. തന്നെയല്ല ഇദ്ദേഹത്തെ കാട്ടി പ്രായം കുറവെന്നല്ല നിങ്ങൾ തന്നെ പറയുന്നത്. അത് ഖദീജയുടെ ആടിനെ മേയ്ക്കാൻ പോയതുകൊണ്ടായിരിക്കും. ഖദീജയുടെ ആടിനെ മേയ്ക്കുമ്പോ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് പാടി പോയതായിരിക്കും മോനെ, അല്ലാണ്ട് അത് പ്രവാചകനായിട്ടൊന്നും അല്ല. പിന്നെ ഒരു പ്രവാചകൻ ഞാൻ അംഗീകരിക്കുന്നില്ല, വേറെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഖദീജ കൊണ്ട് കൊടുത്തു എന്നുള്ളൊരു തെളിവ് എവിടെയുള്ളത്? ഖദീജയാണ് ആ ഫുഡും കൊണ്ട് പോയി. അതിനകത്ത് കുറച്ച് അല്ലല്ല, പുള്ളി ഇപ്പൊ തെളിവ് തരും. ചക്കക്കുരു പറയാൻ റെഡി ആയിരിക്കും. വല്ലാത്ത തൊലിക്കട്ടി തന്നെ മുസ്ലിം. നീ മുസ്ലിങ്ങളെ മൊത്തം പറയിപ്പിക്കും. ഒരു തെളിവ് ചോദിച്ചിട്ട് എത്ര നേരമായി? ഞങ്ങൾ ഈ പറയുന്ന പുസ്തകം എങ്ങാണ് മുസ്ലിം കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? അല്ല, തെരഞ്ഞോണ്ടിരിക്കായിരുന്നു. എന്നിട്ട് കിട്ടിയത് ആകെ ഇതാണ്. പറഞ്ഞ് എന്റെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? രേഖപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. ഏത് ചരിത്രത്തിലാണുള്ളത്? ഇനി ആവശ്യമുള്ളവര് ഏത് ചരിത്രത്തിലാണുള്ളത്? ചോദിച്ചു നോക്കി. ഏത് ചരിത്രത്തിലാണുള്ളത്? ഞങ്ങൾ ചോദിക്കാം. ആളെ കൊണ്ടുപോയി ഞങ്ങൾ ചോദിക്കാം. ഏത് ചരിത്രത്തിലാണുള്ളതെന്ന് പറ. ഏത് ചരിത്രത്തിലാണ് ഖദീജ സ്നേഹിച്ചതായിട്ടുള്ള തെളിവുകൾ? അത് പുള്ളി പ്രവാചകനായിരുന്നോ? ചോദിച്ചു നോക്കി. അതെ, ഞാൻ ചോദിക്കണോ? നിങ്ങളോട് തെളിവ് ചോദിച്ചിട്ട് തെളിവും ഞാൻ ചോദിക്കണോ, ഉത്തരവും ഞാൻ ചോദിക്കണോ? കൊള്ളാലോ, ഇത് ഗതികേടാണല്ലോ നിങ്ങളുടെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഉത്തരവില്ല അല്ലേ? കഷ്ടമുണ്ട് സ്നേഹിത. കേൾക്കാനും പറ്റുള്ളൂ. എന്റെ വായോണ്ട് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കൂല. അതുകൊണ്ടാണ് ഞാൻ ജെമിനിയുടെ വായോണ്ട്. ജെമിനിയൊക്കെ ആരാടോ? വിമർശന രൂപേണ ചോദിച്ചു നോക്കി. ഞാൻ വിമർശന രൂപേണ അല്ല ചോദിക്കുന്നത്, ഞാൻ സ്നേഹത്തോടെ ചോദിക്കുകയാണ്. മുസ്ലിമെ, മുഹമ്മദിനെ ഭാര്യമാർ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ഹദീസോ ഒരു ഖുർആൻ ആയത്തോ കൊണ്ടുവരിക എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ആ ചോദിച്ചത് അങ്ങനെ ചോദിച്ചു നോക്കുക. ഇന്ന പിന്നെ താൻ ഈ ചോദ്യം മുഴുവൻ ജെമിനിയോട് ചോദിച്ച പോലായിരുന്നു. ഇവിടെ ഒന്ന് ചോദിച്ചാൽ എന്തിനാ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ജെമിനിയോട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. എഴുതുമ്പോൾ വരുന്ന അക്ഷരത്തെറ്റുകൊണ്ട് ജെമിനി ഓട്ടിച്ചുകൊണ്ടിരിക്കുവാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ. ശരിക്കും മുസ്ലിമെ, നമ്മുടെ ആധികാരികമായിട്ടുള്ള ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എന്താണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇതുപോലുള്ള വേദികളിൽ വന്നിട്ട് ഇതുപോലെ വിവരക്കേടുകൾ വിളമ്പാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ പ്രവാചകന് ഖദീജ സമ്പത്ത് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? എന്ന് പറയുന്നത് ഫുള്ള് പഠിച്ച് വിദ്യാഭ്യാസം കരസ്ഥമാക്കിയിട്ട് മാത്രമൊന്നല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദ്യകാലത്തുള്ള മുസ്ലിങ്ങൾ മൊത്തം വളരെ നിരക്ഷരരായിരുന്നു, വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു. എന്തുകൊണ്ട് അടിയുറച്ച് വിശ്വസിച്ചു? ദൈവിക ഭാഷണം. മുഹമ്മദിന്റെ വിദ്യാഭ്യാസം എന്തായിരുന്നു? അതായത് മുഹമ്മദിന്റെ വിദ്യാഭ്യാസം ദൈവം ഉണ്ട് എന്ന് മുഹമ്മദിന്റെ വിദ്യാഭ്യാസം എന്തായിരുന്നു? അത് വിദ്യാഭ്യാസം ഇല്ലാത്തവനും വിദ്യാഭ്യാസം എന്തായിരുന്നു? വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രം ദൈവത്തെ കിട്ടിയിട്ട് കാര്യമില്ല. മുഹമ്മദിന്റെ വിദ്യാഭ്യാസം എന്തായിരുന്നു? ഇല്ലാത്തവനോ അല്ലെങ്കിൽ എഴുതാ അറിയാത്തവനോ അല്ലെങ്കിൽ വായിക്കാത്തവനോ വിമർശിക്കേണ്ട ആവശ്യമില്ല. മുഹമ്മദിന്റെ വിദ്യാഭ്യാസം എന്തായിരുന്നു മുസ്ലിമെ? ദൈവം എന്നുള്ളത് വിദ്യാഭ്യാസം ഇല്ലാത്തവനും ഉള്ളവനും ഉള്ളതാണ്. ചോദിച്ചതിന് ഉത്തരം പറയാം. മുഹമ്മദിന്റെ വിദ്യാഭ്യാസം മാത്രം ദൈവമാണെങ്കിൽ അത് ദൈവമല്ല എന്ന് പറയേണ്ടി വരും. മുഹമ്മദിന്റെ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ അല്ലെങ്കിൽ അക്ഷരജ്ഞാനം മുഹമ്മദിന്റെ വിദ്യാഭ്യാസം എന്തായിരുന്നു ചോദിച്ചപ്പോൾ ഈ ഗതികേട് കാണിക്കപ്പെട്ട രേഖകളൊക്കെ ദൈവം മുസ്ലിമിനെ ചെവി കേൾക്കാത്തതാണ് അതൊക്കെ.
വിദ്യാഭ്യാസം എന്തായിരുന്നു? മുഹമ്മദിന്റെ വിദ്യാഭ്യാസം എന്തായിരുന്നു? ഏതെങ്കിലും പറയുന്നത് ടീച്ചർ ആവണമെന്നില്ല. ഇയാൾക്ക് ഒരു കക്കൂസ് കോരുന്ന അല്ലെങ്കിൽ തീട്ടം കോരുന്ന ഒരു പണിക്കാരൻ വരെ ഈ മുസ്ലിം ആവാം. മനസ്സിലായോ? ഇസ്ലാമില് പുള്ളി ഞാൻ ഇറക്കിവിട്ടത് പുള്ളിയുടെ വായിൽ നിന്ന് അബ്യൂസീവ് ലാംഗ്വേജ് വരാൻ തുടങ്ങി. അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. സോറി. അതായത് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിട്ടുപോയി. അതിലൊന്ന് ഖദീജയുടെ സമ്പത്തു വരെ നൽകിയിരുന്നു എന്നാണ്. പ്രവാചകൻ ഖദീജയുടെ ജോലിക്കാരനായി വന്നു കഴിഞ്ഞിട്ട് അന്ന് എഴുത്തുകുത്തുകള്, പ്രമാണങ്ങള്, ആധാരങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പ്രവാചകൻ ഖദീജയെ കൊണ്ട് പറയിപ്പിക്കുവാണ്, ഇന്ന് എനിക്കുള്ള മുഴുവൻ സമ്പത്തും മുഹമ്മദിൻ്റെതാണ്, മുഹമ്മദ് ഇന്ന് ദരിദ്രനല്ല എന്ന് ഖദീജയെ കൊണ്ട് പറയിപ്പിച്ച് ഖദീജയെ വീട്ടിൻ്റെ അകത്തിരുത്തി എന്നാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പിന്നെ അദ്ദേഹം സ്നേഹത്തിന്റെ തെളിവ് ഒന്നും പറയാൻ പറ്റത്തില്ല. ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ പ്രവാചകന്റെ ഭാര്യമാർക്കിടയിൽ പ്രവാചകനോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ പ്രവാചകനെ സംശയമായിരുന്നു. മിസ്ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രവാചകനെ, പ്രവാചകന്റെ ഭാര്യമാരെല്ലാം. എങ്ങനെ സംശയിക്കാതിരിക്കുക? ഞാൻ കയറി വരുമ്പോൾ എൻ്റെ ബെഡിനകത്ത് എൻ്റെ ഭർത്താവ് വേറൊരു പെണ്ണുമായിട്ട് കിടക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ബാക്കി വെക്കുവോ? പിന്നീട് ഇയാൾ എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ സംശയിക്കത്തില്ലേ? വ്യക്തിത്വമുള്ള ആരെങ്കിലും പിന്നീട് ഇവന്റെയൊക്കെ കൂടെ ജീവിക്കുവോ? അപ്പൊ നബി എവിടെ പോകുന്നു, ആരുടെ കൂടെ സമയം ചെലവഴിക്കുന്നു, ഇതിനെക്കുറിച്ചിട്ടൊക്കെ പരസ്പരം ഇവര് സ്പൈയിങ്, ചാരപ്പണി നടത്തിയിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ മനസ്സിലാക്കുന്നത്. ഹദീസുകളിൽ ഇതിന് ആധാരമായിട്ടുള്ള അനേകം തെളിവുണ്ട്. ഇപ്പൊ ആയിഷ നബിയെ നിരന്തരം സംശയിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി പറയാണ്, പെണ്ണല്ലേ എനം, പിന്നെ സംശയിക്കാതിരിക്കുമോ എന്ന്. ഒരു രാത്രിയില് നബി തന്റെ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ അദ്ദേഹം തന്റെ മറ്റൊരു ഭാര്യയുടെ അടുത്തേക്ക് പോയതാണോ എന്ന് ആയിഷ സംശയിച്ചു. അവർ ഇരുട്ടിൽ നബിയെ തപ്പി നോക്കുകയും ഒടുവിൽ അദ്ദേഹം പ്രാർത്ഥനയിലാണ് എന്ന് കണ്ടപ്പോൾ, എന്റെ പിതാവും മാതാവും അങ്ങേക്ക് പകരമാകട്ടെ, അങ്ങൊരു കാര്യത്തിൽ അഥവാ പ്രാർത്ഥനയിൽ വ്യാപൃതനാണ്, ഞാൻ മറ്റൊരു കാര്യത്തിൽ സംശയിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ഒരു സംഭവം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2, മറ്റൊരു രാത്രി നബി പുറത്തു പോയപ്പോൾ ആയിഷ അദ്ദേഹത്തെ പിന്തുടർന്നു. ജന്നത്തുൽ ബക്കീയിലാണ് ഇദ്ദേഹം പോയത് എന്ന് പിന്നീട് ആയിഷയ്ക്ക് മനസ്സിലായി. പിന്നീട് പ്രവാചകന്റെ ഭാര്യമാരുടെ ചാരപ്പണി, പ്രവാചകന്റെ ലീ സിസ്റ്റർ വായിച്ച ഹദീസ്, 2 ചേരികളിലായിട്ടാണ് പ്രവാചകന്റെ ഭാര്യമാരുണ്ടായിരുന്നത്. ഇവര് തമ്മിലുള്ള അടി കണ്ടിട്ട് ഒരു മോഡറേറ്ററായി, ഒരു മീഡിയേറ്ററായിട്ട്, ഒരു മധ്യസ്ഥനായിട്ട് നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ആടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ആടുകയും പാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ പാടുകയും ചെയ്യുന്ന ഒരാളായിരുന്നു നബി. നബി സൈനബിന്റെ വീട്ടിൽ, സൈനബ് ബിൻത് ജഹ്ഷിന്റെ വീട്ടില് കൂടുതൽ സമയം ചെലവഴിച്ചു. അതെന്തിനാണ് എന്നറിയാൻ ആയിഷയും ഹഫ്സയും ചാരപ്പണി നടത്തിയെന്ന്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മറ്റേ തേൻ കുടിച്ചു എന്നൊക്കെയുള്ള വിവരക്കേടുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ നബിയുടെ വായ വരെ മണപ്പിച്ചു നോക്കിയിട്ടാണ് പ്രവാചകനെ ഈ പെണ്ണുപിള്ളമാരൊക്കെ വീട്ടിനകത്തേക്ക് കയറ്റിയിരുന്നത്. നബിയുടെ ദാസിയായിട്ടുള്ളൊരു പെണ്ണുണ്ടായിരുന്നു, മാരിയത്തുൽ കിബത്തി. അവരെയൊക്കെ, കാരണം അവരാ പ്രസവിച്ചത്, വേറെ ഒരു ഭാര്യമാരും പ്രസവിച്ചിട്ടില്ല. പിന്നെ ഖദീജ പ്രസവിച്ചിട്ടുണ്ട്, ആദ്യത്തെ ഭർത്താക്കന്മാരിൽ നിന്നും പ്രസവിച്ചിട്ടുണ്ട് അവര്. ഹഫ്സ വീട്ടിലില്ലാത്ത സമയത്ത് നബി അവരെ വീട്ടിൽ പിടിച്ചു കിടത്തി. അത് വെട്ടിപ്പായിട്ട് എല്ലാ പണ്ഡിതന്മാരും പറയുന്നുണ്ട് വിളിച്ച്. അപ്പൊ പ്രവാചകൻ മൊത്തത്തില് ഭാര്യമാരുടെ CCTV നിരീക്ഷണത്തിലായിരുന്നു. പ്രവാചകന്റെ ഭാര്യമാരിൽ ഒരാളോട് അദ്ദേഹം രഹസ്യം പറഞ്ഞു. ആ തുടർന്നുണ്ടാകുന്ന ഖുർആൻ വചനങ്ങൾ തന്നെയുണ്ട് എമ്പാടും. ഇതൊക്കെ ഉണ്ടായിട്ട് ഇതുപോലെയുള്ള ആളുകളെ ഒന്നും ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന്, ഇതിനകത്തൊന്നും ഒന്നും കിട്ടാനില്ല. ഒരൊറ്റ തെളിവ് പറയാനോ എന്തെങ്കിലും ഒരു റെഫറൻസ് പറയാനോ ഒന്നും കക്ഷിയെ കൊണ്ട് പറ്റില്ല. കാരണം കക്ഷി ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക. ഇത്തരം ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും പ്രവാചകൻ ഈ ചെയ്തതിനെ കുറിച്ചും ഇതൊക്കെ ഈ ഗ്രന്ഥങ്ങളിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കക്ഷി ChatGPTയെയും ജെമിനിയെയും ഒക്കെ എടുത്തോണ്ടാ വരുന്നത്. അതല്ലാതെ ഇസ്ലാമിനെ കുറിച്ചിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ഒരു തെളിവ് വെക്കാൻ പറഞ്ഞപ്പോൾ പറ്റാത്ത ആളാണ് ഇപ്പൊ ഇരുന്ന് കൂകി വിളിക്കുന്നത്. ഒന്ന് പോവുക. ഈ കാലത്തെ പണ്ഡിതന്മാരെ വിളിപ്പിക്കേണ്ട ആവശ്യമില്ല. അവര് പറയുന്നത്
കുട്ടി കുറെ നേരമായി പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ കയ്യില്? ഇവിടെ എന്താ ഉണ്ടോ? പ്രശ്നം എന്ന് ചോദിച്ചാല്, സഹോദര മുസ്ലിം, നിങ്ങളോടൊക്കെ ഈ നിങ്ങളുടെ പണ്ഡിതന്മാര്, മുല്ലാക്കന്മാര്, ഇമാമാര് മുഹമ്മദിനെ കുറിച്ച് കുറെ കള്ളത്തരം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ കള്ളത്തരങ്ങളാണ് നിങ്ങൾ ഇവിടെ വന്ന് വിളമ്പുന്നത്. പക്ഷെ ഹദീസുകളിനകത്തും നിങ്ങളുടെ തഫ്സീറിനകത്തും ഹദീസിനകത്തും സീറത്തുൽ റസൂലെ നോക്കുമ്പോൾ അത് വായിക്കുന്ന ഒരാൾക്ക് കാണുന്നത് വ്യത്യസ്തനായ ഒരു മുഹമ്മദിനെയാണ്. സ്ത്രീ പീഡനം യേശുവിനെ നടക്കുന്നത്, പറ്റി ഒരുപാട് കള്ളങ്ങൾ യഹൂദര് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മിണ്ടാതിരിക്കാനുള്ള ഒരു ഇത് ആദ്യം കാണിക്കൂ. അതാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തെളിവ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പുസ്തകത്തിനകത്ത് തെളിവ് ചോദിക്കുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് കഴിയത്തില്ലെങ്കിൽ നിങ്ങളെ ഇത് പഠിപ്പിച്ചവരെ ഇവിടെ വിളിച്ചോണ്ട് വരൂ, ഞങ്ങൾ അവരോട് ചോദിക്കാം. നിങ്ങൾ ഈ മുഹമ്മദിനെ കുറിച്ച് ഈ പറയുന്നതൊക്കെ തെറ്റാണ്, ഇതൊക്കെ കളവാണ്. പക്ഷെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അത് തെളിവ് സഹിതമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞ ലീ സിസ്റ്ററും ജാമിദ ടീച്ചറും ആണെങ്കിലും തെളിവ് വായിച്ചിട്ടുണ്ട്. ഇവിടെ ഗ്രന്ഥം വെച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവ് വെച്ച് നിങ്ങൾ സംസാരിക്കൂ. അതല്ലാതെ നിങ്ങളുടെ കളവ് കേൾക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. ഓക്കെ തെളിവ് വെക്കാനാണെങ്കിൽ നിങ്ങൾ അനുവദിക്കാം, സംസാരിച്ചോളൂ. ഏറ്റവും വലിയ തെളിവ് നിങ്ങളെ പോലുള്ള വിമർശകരുണ്ട് എന്നുള്ളതാണ്. കാരണം എല്ലാ കാലഘട്ടത്തിലെ പ്രവാചകന്മാരും നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ് കൂടെ തരാം. നിങ്ങൾ ഒരു തെളിവെങ്കിലും വെച്ചിട്ടില്ലേ, നിങ്ങൾ ഇനി താഴെ ഇടും, ഇനി എടുക്കത്തില്ല. ഒരു 30 സെക്കൻഡ് കൂടെ തരുവാണ് നിങ്ങൾക്ക്. ഒരു തെളിവെങ്കിലും നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ വേണ്ടി എവിടുന്നെങ്കിലും ഒരു തെളിവെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഇനി മേലെ നിങ്ങൾ ഇവിടെ സംസാരിക്കത്തില്ല. മൈക്ക് എടുത്തോളൂ മുസ്ലിം, മൈക്ക് എടുത്ത് തെളിവ് വെച്ചിട്ട് സംസാരിച്ചോളൂ. ഒരു 30 സെക്കൻഡ് നോക്കും. അതിനുള്ളിൽ ഒരു തെളിവും വയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി ഇവിടെ സംസാരിക്കത്തില്ല. കാര്യങ്ങൾ തെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിന് തെളിവ് കൊണ്ടുവരും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയായത് കൊണ്ടല്ലേ നിങ്ങൾ തെളിവ് കൊണ്ട് ആ കാര്യത്തെ ഗണ്ണിക്കാൻ വേറൊരു തെളിവ് കൊണ്ടുവരാൻ. താൻ ഇവിടെ സംസാരിക്കണ്ട, ഞാൻ ഇനി പുള്ളി എടുക്കണ്ട. ഒരു യൂസും ഇല്ല. ഇതെന്താണ് ഈ ഇവരുടെ ഇമാമാര് ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിവിടെ കൊണ്ട് ഛർദിക്കുന്ന അല്ലാതെ ഒരു കാര്യമില്ല. നിങ്ങൾ മുസ്ലിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സീറത്തുൽ റസൂൽ എടുത്ത് വായിക്കണോ സഹോദര, ഹദീസുകൾ എടുത്ത് വായിക്ക്. നിങ്ങൾ കാണുന്ന മുഹമ്മദ് അല്ല യഥാർത്ഥ മുഹമ്മദ്. യഥാർത്ഥ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ പെണ്ണുപിടിയനും വ്യഭിചാരിയും അടിമയെ ഭോഗിക്കുന്നവനും ഒക്കെയാണ് യഥാർത്ഥ മുഹമ്മദ് എന്ന് പറഞ്ഞ. അതിന് കൂട്ടു നിൽക്കുന്ന ഒരു അള്ളാഹു, അതാണ് യഥാർത്ഥ അള്ളാഹു. അല്ലാതെ നിങ്ങൾ കാണുന്നൊന്നും അല്ല യാഥാർത്ഥ്യം. തന്നെയുമല്ലെന്നേ, ഒരു പുരുഷനെ പല സ്ത്രീകൾക്ക് പങ്കുവെക്കേണ്ടി വരുമ്പോഴുണ്ടാകാവുന്ന സ്വാഭാവികമായിട്ടുള്ള മാനസിക സംഘർഷങ്ങൾ ജീവിതത്തിൽ ഉടനീളം പ്രവാചകന്റെ ഭാര്യമാർക്കുണ്ടായിരുന്നു എന്നതിനേക്കാളേറെ ഒരു ചെറിയ കുഞ്ഞിനെ കണ്ടാൽ പോലും കാമം തോന്നുന്ന ഒരാളായിരുന്നു ഇദ്ദേഹമെന്ന് ഇദ്ദേഹം തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുറത്തു പോകുവാണ്. ആ സമയത്താണ് ഒരു പെണ്ണിനെ കണ്ടപ്പോൾ താല്പര്യം തോന്നുന്നു, ഉടനെ തിരിച്ചു വന്നിട്ട് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ഭാര്യമാർക്ക് സംശയം തോന്നാതിരിക്കുവോ? നബിയുടെ ഭാര്യമാർക്ക് അദ്ദേഹത്തോട് സ്നേഹമായിരുന്നില്ല, സംശയമായിരുന്നു ഉണ്ടായിരുന്നത്. തന്നെയുമല്ല, 28-ാം അധ്യായത്തിന്റെ 33 സൂറത്തുൽ അഹ്സാബിലെ 28, 29, 30 ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദാരിദ്ര്യം, പ്രയാസം. അപ്പോ ഈ നമ്മുടെ ലീ സിസ്റ്റർ പറഞ്ഞതുപോലെ റേഷൻ കിട്ടത്തില്ല. അതുകൊണ്ടാണ് അവർ അരക്ഷിതാവസ്ഥയിലും യോജിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അക്കാലത്തെ സാമൂഹിക സാഹചര്യത്തിൽ പ്രവാചകന്റെ ഭാര്യ എന്ന പദവി ഉപേക്ഷിച്ചു പോകുന്ന സ്ത്രീക്ക് സാമൂഹികമായിട്ട് വലിയ രൂപത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുമായിരുന്നു. നബിയെ വിവാഹമോചനം ചെയ്ത ഒരു സ്ത്രീയെ പിന്നീട് ആർക്കും വിവാഹം കഴിക്കാൻ പാടില്ല എന്ന ഒരു അലിഖിത നിയമം 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 53 നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് പിന്നീട് മറ്റൊരു ജീവിതം കിട്ടത്തില്ല. പിന്നെ നബിയുടെ ഭാര്യമാർക്കിടയിൽ ഉണ്ടായിരുന്ന ഈ സംശയവും അസൂയയും പലപ്പോഴും സ്നേഹത്തെക്കാൾ ഏറെ വലിയ രൂപത്തിൽ ഒരു പോരാട്ടമായിരുന്നു രണ്ട് സ്ത്രീകൾ തമ്മിൽ. പിന്നെ സൊഫിയയുടെ പൊക്കം കുറവിനെ കുറിച്ച് നമ്മുടെ ആയിഷ സംസാരിച്ചു. അപ്പോ പ്രവാചകൻ അതിനെ എതിർക്കുന്നു. അപ്പൊ എന്താ മനസ്സിലായത്? ഒരു സ്ത്രീയോട് കൂടുതൽ സ്നേഹം. പിന്നെ ഖദീജയെ സ്മരിക്കുന്നു. അവരുടെ മരണ ദിവസം എല്ലാവർക്കും മാംസം കൊടുക്കുന്നു.
ഒരു ഭർത്താവിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു ഭാര്യ മറ്റൊരു ഭാര്യയെ പരിഹസിക്കുന്നു, തമ്മിലടി കൂടുന്നു, വൈരാഗ്യം വെച്ചിട്ട് പെരുമാറുന്നു, ഭാര്യമാർ രണ്ട് ചേരികളിലാകുന്നു. മാരിയത്തിൽ ഭിത്തിക്ക് ഒരു കുട്ടിയുണ്ടായപ്പോൾ മറ്റു ഭാര്യമാർക്കൊക്കെ വിഷമം ഉണ്ടാകുന്നത് വെറും ഒരു അസൂയയായിരുന്നില്ല, മറിച്ച് അവരുടെ നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന ആശങ്കയായിരുന്നു. ഓരോ ഭാര്യയും നബിയുടെ സ്നേഹം തനിക്ക് മാത്രമായിട്ട് ലഭിക്കണമെന്ന് ആഗ്രഹിക്കും. ഏതൊരു പുരുഷന്റെ ഭാഗത്തു നിന്നും ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സൈനബ ബിൻത് ജഹ്ഷ് നബിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി കാത്തിരിക്കുന്നു. ആയിഷ നബിക്ക് തലമുടി ചീകി കൊടുക്കുന്നു. ഇതൊക്കെ ആ സ്ത്രീയുടെ സ്നേഹത്തിന്റെ അടയാളങ്ങളാണ്. പക്ഷെ പ്രവാചകൻ തിരിച്ചെന്താ ചെയ്തത്? കണ്ട പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ പോയിട്ട് വരിക, അടിമ പെണ്ണുങ്ങളോട് പോയിട്ട് വരിക, യുദ്ധത്തിന് വേണ്ടിയിട്ട് ഭാര്യയെ കൊണ്ടുപോയിട്ട് കിളുന്തിനെ കിട്ടിയപ്പോൾ അവളെ മറന്നു പോകുക. ഇതൊക്കെ നമ്മളൊക്കെ നമ്മുടെ വീടുകളിലെ മക്കളല്ലേ, മരുമക്കളല്ലേ, സഹോദരങ്ങളല്ലേ, ഭാര്യമാരല്ലേ, ഭർത്താക്കന്മാരല്ലേ, മാതാപിതാക്കളല്ലേ? നമുക്കിതൊക്കെ വൈകാരികമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. എന്നെ ഇപ്പൊ എന്റെ ഭർത്താവ് ഒരു മാളിൽ കൊണ്ടുപോയി, അപ്പോഴത്തേക്കിന് വേറൊരു കിളുന്തിന്റെ കൂടെ കൊണ്ടുപോയി അയാള്, ഞാനതിന് പ്രതികാരമായിട്ട് വേറൊരു പയ്യന്റെ കൂടെ അല്ല പോകുക, ഞാൻ തിരിച്ചു പോയിട്ട് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് തീർത്തുകളയും. നമുക്ക് വൈകാരികതയുണ്ട്. ഇതൊക്കെ തീർത്തുകളെന്ന് വെറുതെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോ നമുക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരു പുരുഷനെ 11 ഭാര്യമാരും ദാനം കിട്ടിയ സ്ത്രീകളും അടിമപ്പെണ്ണുങ്ങളും ലോകത്തുള്ള സകലമാന പെണ്ണുങ്ങളും ഉപയോഗിക്കുക. പിന്നെ ഇയാളോട് എങ്ങനെയാ സംശയം തോന്നാതിരിക്കുക? ഇയാളോട് എങ്ങനെയാ സ്നേഹം തോന്നുക? ഇന്ന് ഇയാൾ എന്നോട് ഒലിപ്പിക്കുന്നു, നാളെ പോയിട്ട് മറ്റവളോടാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കില്ലേ? ഭാര്യമാര് നബിയോട് തർക്കിക്കുന്നു. അപ്പോ നബി പറയാണ് നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നും ശിക്ഷ ലഭിക്കുമെന്ന്. അപ്പൊ ഖുർആനിൽ ആയത്തിറക്കാണ് നബിക്ക് ഇതിലും നല്ല ഭാര്യമാരെ വേറെ പകരം കിട്ടുമെന്ന്. 66-ാം അധ്യായം 5-ാമത്തെ വചനം. അതായത് പരാതി പറയാൻ പാടില്ല, കിട്ടുന്നതിൽ ഒതുങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോണം. പരാതി പറഞ്ഞാൽ ഇവരെ ഒഴിവാക്കിയിട്ട് അടുത്ത പെണ്ണുപിള്ളമാരെ കൊണ്ട് കൊടുക്കും പഠിച്ചവൻ. അപ്പൊ ഭർത്താവിനോടുള്ള സ്നേഹത്തെക്കാൾ ഉപരിയായിട്ട് ആ സൂപ്പർ പവറിനെയാണ് പെണ്ണുങ്ങൾ പേടിച്ചിരുന്നത്. പ്രവാചകന്റെ അപരനായിട്ട് ഒരു പടച്ചറബിനെയാ പേടിച്ചിരുന്നത്. അങ്ങനെ ഒരു പടച്ചറബുമില്ല, ഒരു പിഴച്ചറബുമില്ല. അപ്പൊ പ്രവാചകന്റെ ഭാര്യമാർക്ക് അദ്ദേഹത്തിനോടുണ്ടായിരുന്നത് ഒരു സാധാരണ ദാമ്പത്യത്തിലെ സ്നേഹമായിരുന്നില്ല, വിശ്വാസമില്ലായ്മയായിരുന്നു. അതിനകത്ത് മതപരമായിട്ടുള്ള ഭക്തിയുണ്ട്, സാമൂഹികമായിട്ടുള്ള അനിവാര്യതകളുണ്ട്, മറ്റ് ഭാര്യമാരോടുള്ള കടുത്ത മത്സരമുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ സ്വഭാവ വൈകല്യത്തോടുള്ള അവരുടെ ആ ഒരു സംശയമല്ല യാഥാർത്ഥ്യം, അതൊക്കെ നിഴലിച്ചിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകന്റെ മരണക്കിടക്കയിൽ പോലും ഈ പെണ്ണുപിള്ളമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇവരുടെയൊക്കെ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എന്തിനാ 3 ദിവസം കിടന്ന് ഈച്ചയരിച്ചത്? എടുത്ത് ആർക്കെങ്കിലും കബറടക്കി കൊടുക്കാമായിരുന്നില്ലേ? ആരും എടുത്ത് കബറടക്കിയില്ലല്ലോ. അത് തന്നെ അദ്ദേഹത്തോടുള്ള ഒരു വെറുപ്പ് അവിടെ നിഴലിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പം എനിക്ക് പോകാൻ സമയമായി, 10 മണിക്കാൻ പോകുന്ന പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവരോടും വളരെ നന്ദി. പോകുകയാണേ.